ഹായ് ഹലോ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചാണ്. നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് ഒരു 40+ ശേഷം അഥവാ 50+ ശേഷം ആ ഒരു കാറ്റഗറി പെടുന്നതാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ എൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാം. നമ്മളെപ്പോഴും ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ AM PM രാത്രിയിലും രാവിലെയും നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുകയും ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പകുതി പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുഷ് ചെയ്താലേ നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്യണം. ആ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഫേസ് വാഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ DIYയുടെ എന്തെങ്കിലും പാക്കുകളോ ഫേസ് വാഷുകളോ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിന്നിവിടെ പറയുന്നത് ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓയിലി സ്കിന്നുള്ളവർ ടീ ട്രീ ഓയിൽ ബേസ്ഡ് ടീ ട്രീ ഓയിൽ അടങ്ങിയതും പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, സൈലസിലിക് ആസിഡ് ഇതൊക്കെ അടങ്ങിയ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടാത്ത ഡസ്റ്റുകൾ, അടഞ്ഞുകൂടിയിരിക്കുന്ന ഓയിലുകൾ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മളൊരു ടോണറാണ്. ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോസൊക്കെ ഒന്ന് ഓപ്പൺ ആവും ഫേസിൽ. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആകാനും ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത്. ടോണർ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എല്ലാവരുടെ സ്കിന്നിനും ചേരുന്ന എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ ഏറ്റവും ബെസ്റ്റാണ്. റോസ് വാട്ടർ ഒന്ന് ടോണർ ചെയ്തതിന് ശേഷം എല്ലാം നമ്മളിപ്പോൾ ഈ ഫേസ് വാഷ് കഴിഞ്ഞു ഉടനെ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യില്ല. ആ ഫേസ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം തന്നെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുക പോലും വേണ്ട, അത് തന്നെ അബ്സോർവ് ആയി പോകട്ടെ. അത്രയും സമയം നമ്മൾ സ്കിന്നിനൊന്ന് റെസ്റ്റ് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ടോണർ ചെയ്യേണ്ടത്. ടോണർ ചെയ്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? ആ ഫേസ് ഒന്ന് ലീവ് ഇറ്റ്, അത് ഞങ്ങൾ വിട്ടേക്കണം. ഒരു 5 മിനിറ്റ് അതൊന്ന് അബ്സോർവ് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു സിറം നമ്മൾ ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസിൻ്റെ പ്രോബ്ലം അറിഞ്ഞിട്ട് നമുക്ക് എന്താണോ പ്രോബ്ലം എന്ന് ഓർത്തിട്ടൊരു സിറം ഡോക്ടറെ കണ്ടിട്ട് വാങ്ങിക്കുക. അതല്ല എങ്കിലും മസ്റ്റായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സിറമാണ് റെറ്റിനോളിൻ്റെ സിറം. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെറ്റിനോളിൻ്റെ സിറം നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണേലും തിരഞ്ഞെടുക്കാം. നല്ല എണ്ണം നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2-2.5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിറമാണ് ബയോ റെറ്റിനോളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റെറ്റിനോളും ബയോ റെറ്റിനോളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ സിറത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് കൂടെ ഞാൻ സംസാരിക്കാം. അപ്പം നമ്മൾ ഒരു സിറം നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് ഒരു റെറ്റിനോൾ സിറം. കാണുന്നുണ്ടോ? ഒരു സിറം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒരു സിറമല്ല, നമ്മുടെ ഫേസിൻ്റെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ ഡോക്ടറിനെ കണ്ടിട്ട് നമുക്കൊരു സിറം ഉപയോഗിക്കാവുന്നതാണ്. സിറം അല്ലാതെ തന്നെ നല്ല ഓയിലുണ്ട്, ഫേസ് ഓയിൽ കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് ഈ കാരകൾ വന്ന പാടുകൾ പോകാനും ഡാർക്ക് സർക്കിൾ മാറാനും ഏറ്റവും ബെസ്റ്റാണ് ഓയിൽ. അത് ഇറിറ്റേറ്റഡ് ആകത്തില്ല, നമുക്ക് ഒട്ടിപ്പിടിക്കത്തുമില്ല. നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന ഓയിലുണ്ട്, സിറമോ ഓയിലോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ നിർബന്ധമായിട്ട് ഒട്ടുമിക്കവരും ചെയ്യാത്ത ഒരു കാര്യം, ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യം, എന്തിന് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മുഖത്തെല്ലാം ഫേസിൽ ക്രീമും എല്ലാം ഇടുന്നുണ്ടല്ലോ, ആ കൂടെ നമ്മുടെ കണ്ണിനും കിട്ടിക്കോളൂ എന്ന് പറയും. പക്ഷെ ഒരിക്കലും അങ്ങനല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ ഫേസിൽ നമ്മൾ മോയ്സ്ചറൈസർ പുരട്ടുമല്ലോ. ഡേ ക്രീം പുരട്ടുന്നവരുണ്ട്, നൈറ്റ് ക്രീം പുരട്ടുന്നവരുണ്ട്.
പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ക്രീം, കണ്ണിൻ്റെ തടത്തിൽ അടിയിലിടുന്ന ക്രീം എപ്പോഴും തീർത്ത് തിന്നായിരിക്കണം. കാരണം നമുക്കിവിടെ സോഫ്റ്റ് ടിഷ്യൂസാണ് ഉള്ളത്. ഈ ഫേസിലിടുന്ന ക്രീം നമുക്കൊരിക്കലും കണ്ണിനടിയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പം നമുക്ക് നിർബന്ധമായിട്ടും ഒരു അണ്ടർ ഐ ക്രീം ഉപയോഗിക്കണം. മിന്നുകുട്ടിയെ ഇനി വാ, അവിടെ ഇരുന്നു. നമ്മൾ നിർബന്ധമായിട്ടും ഒരു അണ്ടർ ഐ ക്രീം നമ്മൾ ഈ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊളാജൻ, ഈസ്ട്രജൻ, ഹോർമോൺ ബാലൻസ്, പിന്നെ അല്ലേ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ബേസ് സൈഡ് എഫക്റ്റ് ആയിട്ടോ നമുക്ക് കണ്ണിന് ചുറ്റും പഫ്നെസ്, ഡാർക്ക് സർക്കിൾസ് ഇതെല്ലാം ഉണ്ടാകും ഇല്ലേ, ചുളിവുകൾ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിന് ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ്ങും ക്രീമും പുരട്ടിയാൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ നമുക്ക് തടഞ്ഞു നിൽക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ സിറം ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു അണ്ടർ ഐ ക്രീം നിർബന്ധമായിട്ടും നല്ലൊരു ക്രീം ഡോക്ടറിനെ കണ്ടിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ടാൽ പോലെ നമ്മൾ ഡോക്ടറിനെ. നമ്മൾ പറഞ്ഞ ഈ സ്കിന്നിൽ ഇവിടെ ഉപയോഗിക്കുന്ന ക്രീം നമ്മൾ ഒരിക്കലും കണ്ണിനടിയിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ക്രീം ഏതാണോ നല്ലത് വാങ്ങിച്ചിട്ട് നമ്മളത് അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുക. മനസ്സിലായി? പിന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇടുന്ന ഒരു മോയ്സ്ചറൈസർ എന്തായാലും ഇട്ടോ. കാരണം മിക്കവരും തന്നെ ഈ നൈറ്റ് ക്രീമും ഡേ ക്രീമും സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഒരു മോയ്സ്ചറൈസർ ക്രീം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് നല്ലതെന്ന് വെച്ചാൽ അത് മേടിച്ച് ഒരു മോയ്സ്ചറൈസർ ക്രീം നിങ്ങൾ ഉപയോഗിക്കുക. അതല്ല എങ്കിൽ ഞാൻ പറയുന്നത് നമ്മളിപ്പോഴും ഇപ്പം നമ്മുടെ സ്കിന്നിന് നമുക്കിപ്പം പറഞ്ഞല്ലോ കൊളാജിൻ്റെയും ഒക്കെ കുറവുകൾ കാണും. നമുക്ക് എല്ലാത്തിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ സ്കിന്ന് വീക്കാണ്. നമ്മുടെ സ്കിന്ന് നമ്മൾ എന്തെങ്കിലും പുഷ് ചെയ്താലേ നമ്മുടെ സ്കിന്നിന് പിന്നെ ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് പോലെ ഒപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ക്രീം നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും അഭിപ്രായത്തിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് കൊളാജിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് റിപ്പയർ ചെയ്യാനും ഒക്കെ ഏതെങ്കിലും നല്ലൊരു നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേരുന്ന നല്ലൊരു നൈറ്റ് ക്രീമും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. കണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് രൂപേണ എൻ്റെ കമൻറ്റ് ചെയ്താൽ എനിക്കത് വളരെ സന്തോഷകരമായിരിക്കും. എനിക്ക് പിന്നെയും വീഡിയോ ഇടാനായിട്ട് നമുക്കൊരു ഉത്സാഹം കാണും. മനസ്സിലായോ? നമ്മൾ വാല്യുബിളായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആൾക്കാരിലോട്ട് എത്തിച്ചേരുന്നു, അവരത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഓക്കെ, ബൈ.